സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം സംബന്ധിച്ച കോടതി ഉത്തരവ് നാളെ ഉണ്ടായേക്കും. റിയാദിലെ ക്രിമിനൽ കോടതിയാണ് പ്രാദേശിക സമയം രാവിലെ 11:30 കേസ് പരിഗണിക്കുന്നത്. ഇത് 5ാം തവണയാണ് റഹീമിന്റെ മോചന കേസ് കോടതി പരിഗണിക്കുന്നത്. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അബ്ദുൾ റഹീമിന്റെ മോചന കേസ് 5ാം തവണയാണ് കോടതി പരിഗണിക്കുന്നത്. കാരണം ജൂലൈ 2-ന് അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കുന്നു. അതിനുശേഷം പല തവണയായി ഒക്ടോബർ 21-ന് ഈ കേസ് ആദ്യം പരിഗണിക്കുമ്പോൾ അന്ന് കോടതി പറഞ്ഞത് വധശിക്ഷ റദ്ദാക്കിയ അതേ ബെഞ്ച് തന്നെ പരിഗണിക്കട്ടെ എന്നാണ്. അതിനുശേഷം നവംബർ 17-നും ഡിസംബർ 8-നും ഡിസംബർ 12-നുമായിട്ട് ഈ മോചന കേസ് പരിഗണിച്ചു. ഇപ്പോൾ അവസാനമായി ഈ വർഷം അവസാന ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ വീണ്ടും കോടതിയുടെ പരിഗണനയിൽ റഹീമിന്റെ മോചനം സംബന്ധിച്ചിട്ടുള്ള കേസ് വരികയാണ്. 18 വർഷത്തിലധികമായി ഇപ്പോൾ റഹീം സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്നു. റിയാദിലെത്തുന്ന സമയത്ത് 26 വയസ്സാണ് അന്ന് റഹീമിന് പ്രായമുണ്ടായിരുന്നത്. ഇപ്പോൾ 18 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും കാലം ഈ സ്വദേശി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ വിചാരണ നടക്കുന്നു. അതിനുശേഷം ഏതാണ്ട് 34 കോടിയോളം ഇന്ത്യൻ രൂപ ദിയാധനമായി ആ കുടുംബത്തിന് നൽകുന്നു. അങ്ങനെയാണ് വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കുന്നത്. അതേസമയം ഈ കേസിൽ പബ്ലിക് പെറ്റീഷനും അതോടൊപ്പം തന്നെ പബ്ലിക് റൈറ്റും പ്രൈവറ്റ് റൈറ്റും അങ്ങനെ 2 നിയമവ്യവസ്ഥകളുണ്ട് സൗദിയിൽ. അതിൽ പ്രൈവറ്റ് നിയമപ്രകാരമാണ് ഇപ്പോൾ കോടതി മാപ്പ് നൽകി വിട്ടയക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ രാജ്യത്തെ ഒരു പൊതു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചുള്ള വിചാരണ കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെയാണ് ഇപ്പോൾ തർക്കവും വാദവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നാളെ സൗദി അറേബ്യയിലെ സമയം രാവിലെ 11:30-ക്കാണ് ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഏതാണ്ട് 2 മണിയോട് കൂടിയാണ് കേസ് പരിഗണിക്കുന്നത്. ഒരു പുതിയ വർഷം പിറക്കാൻ പോകുകയാണ്. 2025-ന്റെ മുന്നിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഒരു ശുഭവാർത്ത അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.